Okay, bye. സോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചെനക്കത്തോപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടുഡേ ഇസ് ഡേ 5. സോ രാവിലെ ഒരു 5:45 ആയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല സൗകര്യമായിട്ട് ഉറങ്ങി. പെട്രോൾ പമ്പിലെ ചേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിന്ന് ബാംഗ്ലൂർ എത്തണം. ഇന്ന് എന്തായാലും ബാംഗ്ലൂർ എത്തണം എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. 220 കിലോമീറ്റർ പോകാനുണ്ട്. പക്ഷേ അത്രയൊന്നും ഒരു ദിവസം എനിക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ സൈക്കിളോട്ട് പോകുമ്പോഴാണ് ഞാൻ കിയയുടെ ഫാക്ടറി കണ്ടത്. കുറേ നേരം അന്തം വിട്ട് നോക്കി നിന്നു. കാരണം അത്ര നീളമുണ്ട് കിയയുടെ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കാറിൻ്റെ ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, ഫാക്ടറി കാണുന്നത്. സോ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ചവിട്ടാനുള്ള മൈൻഡ് സെറ്റായി. അങ്ങനെ റോഡ് സൂപ്പറാണ്. NH കൂടി ഇങ്ങനെ സൈഡിലുള്ള വ്യൂസൊക്കെ കണ്ട് ഇഷ്ടം പോലെ ഡൗൺ ഹിൽസ് ഉണ്ട്. സോ അതൊക്കെ ഭയങ്കര സുഖം തന്നെയാണ്, ഓടിക്കാൻ സുഖം തന്നെയാണ്. അൺലെസ് വെയിൽ വരുന്നവരെ. വെയിൽ വന്നു കഴിയുമ്പോൾ അവർ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ സൈഡിലൊന്നും വലിയ മരങ്ങളൊന്നുമില്ല നമുക്ക് എവിടെയും പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഈ റോഡ് തന്നെ ഉള്ളൂ. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ വന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്പോട്ടെത്തി. കുറേ ചവിട്ടിയിട്ടാണ് ഒരു കട കണ്ടുപിടിച്ചത്. കാരണം സൈഡിലൊന്നും കട ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ കഴിച്ചത് ദോശയാണ്. ഈ ദോശ നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ദോശയൊക്കെ ആയിരുന്നു. പിന്നെ കഴിച്ച് നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറായി. ആൻഡ് ആ പഞ്ചർ ആയിട്ട് ആ എയർ ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് നന്നായി കുറഞ്ഞു വന്നു. കാരണം ആഫ്റ്റർ എവറി 2 to 3 കിലോമീറ്റേഴ്സ് ഞാൻ കാറ്റടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മിനി പമ്പിൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. അപ്പോഴാണ് ഈ സൈഡിലുള്ള ഈ വ്യൂസൊക്കെ കാണുന്നത്. ഈ ഷോട്ടൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരുണ്ടാവും. അവർക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത്, ഈ ക്ലിപ്പ് എടുത്തു വെച്ചത്. സോ എനിക്ക് ബാംഗ്ലൂർ എത്തണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടൈമിൽ റെസ്റ്റ് എടുക്കണം, പിന്നെ കൂടുതൽ ടൈം ചവിട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട്. പക്ഷേ ലിറ്ററലി പറയാമല്ലോ, ഞാൻ നല്ല ടയർഡായത് സൈക്കിൾ ഓട്ടിയിട്ടല്ല, കാറ്റടിച്ചിട്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഡേറ്റ്ലി ടയർഡായി. ഞാൻ കളഞ്ഞു. ബാക്കൊക്കെ നല്ല വേദന, മുതുകല്ല, ബാക്ക് നല്ല വേദന. പിന്നെ ഫ്രണ്ട് ടയറിൽ കാറ്റ് പൂണ്ട്. ഐ തിങ്ക് ഐ ഗോട്ട് സം സ്മോൾ പഞ്ചർ കിട്ടി തോന്നുന്നു. അപ്പോൾ എന്നത്തിലൊന്നും ഒരു കടയും ഫൈൻ സംതിങ്. എൻ്റെ പമ്പുണ്ട്, അത് വെച്ച് കാറ്റടിച്ച് ഒരു ബ്രേക്ക് എടുത്താൽ നല്ല ചൂടുണ്ട്. റോഡൊക്കെ കൊള്ളാം, റോഡ് സൂപ്പറാണ്. പക്ഷെ ഇടയ്ക്ക് ഭയങ്കര കയറ്റം വരുമ്പോൾ ഭയങ്കര ടയർഡാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നീണ്ടു കിടക്കില്ല റോഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ശരിക്കും താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. കാണാം. സോ ഗൈസ്, ഫൈനലി ഞാൻ ഈ ഒരു ബോർഡിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി ബാംഗ്ലൂർക്ക് 95 കിലോമീറ്റേഴ്സ്. സോ ഓൾമോസ്റ്റ് ഉച്ചയായപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റി എനിക്ക്. ആൻഡ് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്, റോഡുകൾ കാണുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുത്തെ പോലീസ് ജസ്റ്റ് ചെറുതായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഭയങ്കര ചെക്കിംഗ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് എവിടെ നിന്നാണ് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു. എവിടേക്കാണ് ഇന്ന് പോകുന്നത്, എവിടെ സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അല്ലാണ്ട് വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായപ്പോൾ തന്നെ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു. എനിക്ക് ഇനിയും 95 കിലോമീറ്റർ ഉണ്ട്. ഒരു മണിക്കൂറിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ 20-22 ഒക്കെയാണ്. അത് മാക്സിമം. പക്ഷെ അതൊന്നും പറ്റാറില്ല, കാരണം നമ്മൾ ടയേർഡാവും. അങ്ങനെ ഞാൻ ടയേർഡായി. അടുത്ത ലഞ്ച് കഴിക്കാൻ കയറി. കുറേ കടകൾ തപ്പി, ഒന്നും ഒരു ഇൻട്രസ്റ്റ് വരില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ്. ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ നല്ലത് കിട്ടില്ല. അങ്ങനെ ഞാനൊരു കട കണ്ടു, ഓക്കെ എന്ന് തോന്നി, കയറി. അപ്പോൾ അവിടെ നിന്ന് റൊട്ടിയും കൈൻഡ് ഓഫ് ചിക്കൻ മസാല, ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് ചിക്കൻ മസാല. പക്ഷെ നന്നായിരുന്നു, നല്ല അളവുണ്ടായിരുന്നു.
പ്രത്യേക ടേസ്റ്റ്, നമ്മുടെ കേരളത്തിലെ ടേസ്റ്റ് ഒന്നുമില്ല, അത് ഭയങ്കര വ്യത്യാസമുള്ള ടേസ്റ്റ്. സോ ഗൈസ്, ഇനി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഒരു ബാത്റൂം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള ഒരു സെറ്റപ്പ്. ഇതൊരു പെട്രോൾ പമ്പിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം അത്ര നീറ്റ്. സോ നമ്മളിങ്ങനെ ദൂരേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ ഇത്രയും നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വലിയ ലക്കും സമാധാനമൊന്നുമില്ല. സോ നല്ല രീതിയിൽ ഫ്രഷായി ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റിലാക്സായി വെയിറ്റൊക്കെ കുറച്ച് ബാക്ക് ടു റോഡ്. ഐ ജസ്റ്റ് വാണ്ട് ടു റീച്ച് സംഹൗ ബാംഗ്ലൂർ. പക്ഷേ ഏറ്റവും രസമുള്ള കാര്യം എന്താ പറയുക, ഈ ഒരു ബാംഗ്ലൂർ ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും, ആന്ധ്രയിൽ നിന്ന് കർണാടക കയറിയപ്പോഴേക്കും മൊത്തം കാലാവസ്ഥ മാറി, ആ ലാൻഡ്സ്കേപ്പ് മാറി. ഇപ്പം നിങ്ങൾക്ക് കാണാം ഗ്രേപ്സിൻ്റെ കൃഷി, ഗ്രേപ്സ്, തെങ്ങ്, ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സോ ആ ലാൻഡ്സ്കേപ്പേ മൊത്തം മാറി, ക്ലൈമറ്റ് നല്ല സൂപ്പറായി, ഒരു ചെറിയ തണുത്ത കാറ്റ് മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഒരു നന്ദി ഹിൽസിൻ്റെ ആ ഒരു വഴി കൂടിയാണ് പോകാൻ പോകുന്നത്. അപ്പം നല്ല ഇഷ്ടംപോലെ ഡൗൺ ഹിൽസ് ഉണ്ട്. പക്ഷേ എനിക്ക് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്താൻ പറ്റിയില്ല, കാരണം എൻ്റെ ടയർ വീണ്ടും പഞ്ചറായി, കാറ്റ് പോയി ഷിറ്റ് അവസ്ഥയായി. സോ ഞാൻ ഒരു പെട്രോൾ പമ്പിൽ കയറി. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുമ്പോൾ എനിക്ക് പെട്രോൾ പമ്പൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നതെന്നില്ല. ഞാൻ ബാംഗ്ലൂർ എത്താറായി. എനിക്ക് ഇനിയൊരു 50 കിലോമീറ്റേഴ്സും കൂടി ഉണ്ടായിരുന്നു ബാംഗ്ലൂരിക്കും. ഞാൻ 3 പെട്രോൾ പമ്പിൽ ചോദിച്ചു, അവർ പെർമിഷൻ തന്നില്ല കിടക്കാനോ റെസ്റ്റ് എടുക്കാനോ. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അത്ര നല്ലതായിരുന്നില്ല, സെക്യൂരിറ്റി ഇല്ല, ക്യാമറ ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഓക്കെ ഫൈൻ, അങ്ങനെ. സോ ചില സമയത്ത് നമുക്ക് ചിലത് കുറേ തവണയൊക്കെ ചോദിച്ചാലൊക്കെ കിട്ടുള്ളൂ. സോ ഗൈസ്, ഞാൻ അന്ന് ആ പെട്രോൾ പമ്പിലാണ് കിടന്നുറങ്ങിയത്. ആൻഡ് നൗ വെൽക്കം ടു ഡേ 6 ഓഫ് ദ വീഡിയോ. ഞാനിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ഇനി എനിക്ക് ബാംഗ്ലൂർ സിറ്റിയിലെത്താൻ, അല്ലെങ്കിൽ ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ എനിക്കിനി ആകെ ഒരു 50 കിലോമീറ്റർ പോയാൽ മതി. 50 കിലോമീറ്റർ. സോ ഒന്നും പറയാനില്ല, ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയാനില്ല, ക്ലൈമറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ എപ്പോഴും ഇത് പീക്ക് സമ്മറാണ്. സ്റ്റിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. മേ ബി അവിടെ താമസിക്കുന്നവർക്ക് ചൂടെടുക്കുന്നുണ്ടാവും, പക്ഷേ എനിക്ക് ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായി. നല്ല സമാധാനമുള്ള റോഡ്, ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. സോ ഈ ഒരു അസുഖം എനിക്ക് മാത്രമാണെന്നറിയില്ല. ഈ ഫ്ലൈറ്റൊക്കെ പോകണ കാണുമ്പോൾ, പ്രത്യേകിച്ച് അടുത്തുകൂടിയൊക്കെ പോകണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. അതിൻ്റെ വീഡിയോ എടുക്കാതെ ഒന്നും കൂടി കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ട് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോകേണ്ടത് വൈറ്റ് ഫീൽഡാണ്. ഇനിയൊരു 40 കിലോമീറ്ററും കൂടിയൊക്കെ പോകാനുണ്ട്. സോ കണ്ടില്ലേ, മെയിൻ റോഡിൽ NH കയറിയിട്ട് പിന്നെയും ഫ്ലൈറ്റ് ദൂരത്തു നിന്ന് പോകണ കാണുമ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെയും ഞാൻ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഓക്കെ, ഇനി എൻ്റെ സൈക്ലിംഗ് സ്റ്റോറിയിലേക്ക് വരാം. സൈക്കിളിൻ്റെ കണ്ടീഷൻ ഗുദാ ഹവയായി. കാരണം കാറ്റെന്ന് പറഞ്ഞ സാധനം നിൽക്കുന്നില്ല. ഓരോ 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ ഞാൻ നിന്ന് കാറ്റടിച്ചാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് ഇവിടെ ഡെക്കാത്തലോൺ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇതിപ്പോൾ സമയം രാവിലെ 8:30-9 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിഹാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി സൈക്കിൾ അവിടെ വെച്ചു. കണ്ടപ്പോൾ ഒരു മലയാളി ടച്ചുള്ളൊരു റെസ്റ്റോറൻ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് വെച്ചത്. പിന്നെ എൻ്റെ ലക്കിന് ഇതിൻ്റെ അടുത്ത് തന്നെ ഡെക്കാത്തലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിലേക്ക് വരാം. 130 രൂപയ്ക്ക് ബൊഫേ സിസ്റ്റമാണ്. എന്ത് വേണോ കഴിക്കാം, എത്ര വേണോ കഴിക്കാം. പഴംപൊരിയും ചായയും ഡിഫറെൻ്റാണ്. പിന്നെ ഇത് കഴിച്ചപ്പോൾ കിട്ടിയൊരു ഫീലുണ്ടല്ലോ, അയ്യോ, എൻ്റെ മനസ്സും വയറും ആ കടക്കാരൻ്റെ മനസ്സിൽ എൻ്റെ മുഖത്ത് ചിരി കണ്ടിട്ട് ഞാൻ ആ പഴംപൊരിയും ചായയും പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം കുറേ കാലത്തിന് ശേഷം പഴംപൊരിയൊക്കെ കാണുന്ന തന്നെ പിന്നെയാണ് തിന്നണ കാര്യം. അടിപൊളി സാധനമായിരുന്നു. നല്ല ഹോട്ടലിലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ താങ്ക്സ് ഇതിഹാസ്. പിന്നെ ഞാൻ നടന്നിട്ട് ഡെക്കാത്തലോണിലെത്തി. അത് ഹോട്ടലിന് അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒരു 500 മീറ്റർ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സൈക്കിൾ നല്ല അടിപൊളിയായി പഞ്ചറായിട്ടുണ്ട്, പോയി ശരിയാക്കട്ടെ.
പറ്റുമോ നോക്കട്ടെ. സോ ഇനി നമുക്ക് കുറച്ച് ഡെക്കാത്തലോണിലെ വിശേഷം കേൾക്കാം. സോ സൈക്കിളിലെ വീലൊക്കെ അഴിച്ച് എന്താണ് പ്രശ്നം എന്ന് നോക്കി. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബാലാജി. കീടിലൻ ചേട്ടൻ, ഒന്നും പറയാനില്ല. പുള്ളി എൻ്റെ യാത്രയെക്കുറിച്ച് ചോദിച്ചു, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു, പ്രശ്നം എന്താണെന്നൊക്കെ കാണിച്ചു തന്നു, എങ്ങനെ ട്യൂബ് മാറ്റണം ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഭയങ്കര സമാധാനം. അങ്ങനെ ഈ ഒരു കാണുന്ന സ്റ്റേപ്ലർ പിന്ന് പോലത്തെ ഒരു സാധനം, ഇതാണ് വില്ലൻ. ഈ സാധനം എൻ്റെ ട്യൂബിൻ്റെ അകത്ത് കുത്തിയിരുന്നിട്ടാണ് പഞ്ചറായത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ബാലാജി എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് ആ ടയർ പുതിയത് ഫ്രീ ആയിട്ട് തന്നു. ബിക്കോസ് ഞാൻ ലോങ് റൈഡ് ചെയ്യുന്നതല്ലേ. പുള്ളി ഒരു സൈക്ലിസ്റ്റാണ്. ആ ഒരു എന്തൂസിയാസത്തിൽ പുള്ളി എനിക്ക് പുതിയ RC സൈക്കിളുടെ ടയർ തന്നു. വിച്ച് വിൽ കോസ്റ്റ് അറൗണ്ട് 600-700 റുപ്പീസ്. അത് ഫ്രീ ആയിട്ട് തന്നു. ട്യൂബിൻ്റെ കാശ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ട്യൂബിന് ഏകദേശം ഒരു 300 റുപ്പീസ് വരും. അത് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് ഐ ടോൾഡ്. നമുക്ക് ചില ദിവസങ്ങൾ ദൈവം നല്ല നല്ല കാര്യങ്ങൾ തരും, നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടും. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ മുത്തുമണിയുടെ അടുത്തെത്തി. ഇവനെ ഞാൻ വിളിക്കുന്നതാണ് വിച്ചു എന്നാണ് വിളിക്കുക. സോ കുറേയൊക്കെ തപ്പി മാപ്പൊക്കെ തെറ്റി, കാരണം ഞാൻ 9 കിലോമീറ്റർ ദൂരെയൊക്കെ പോയി നിന്നിട്ടാണ് അണ്ണനെ വിളിച്ച് വരുത്തിയതൊക്കെ. അങ്ങനെ ഞാൻ ഫൈനലി ഇവൻ്റെ ഫ്ലാറ്റിലെത്തി, മീൻസ് അപ്പാർട്ട്മെൻറ്റിലെത്തി. ബാഗും സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയതും ഞാൻ പറഞ്ഞു, ഇവൻ കുറേ ഓപ്ഷൻ തന്നു എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞു നല്ല ഒരു ഊണ് കഴിക്കണം പറഞ്ഞു. അണ്ണൻ ബൈക്കിലിരുത്തി എന്നെ ഊണ് കഴിക്കാനായിട്ട് കൊണ്ടുപോയി. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കാണാമല്ലോ അല്ലേ. ആ ഒരു വീഡിയോയിലെ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് ഭംഗിയാണെന്ന്. ലിറ്ററലി നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല തണുപ്പുണ്ട്. ആൻഡ് ഇതാണ് ദ ബെസ്റ്റ് പാർട്ട്. മീൽസ്, ചോറ്, സാമ്പാർ, ഉപ്പേരി, ആൻഡ് നോക്ക് അയല ഫ്രൈ. പിന്നെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഊണൊക്കെ കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും ഞങ്ങൾ പുറത്തിറങ്ങി ചായയും എന്താ അതിനെ പറയുക, എലാഞ്ചിന്നാ ആ സാധനവും കഴിച്ച് സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങി.